കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഇവിടെ തേനാക്കുഴിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിലാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. ഈങ്ങാപ്പുഴ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലാണ് പാമ്പിനെ കണ്ടത്. പാമ്പിനെ കണ്ട യാത്രക്കാർ ഉടൻ തന്നെ വാഹനം നിർത്തി പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. AK അഭിലാഷ് വിവരങ്ങൾ നൽകും. അഭിലാഷ്, കണ്ടിട്ട് തന്നെ പേടി തോന്നുന്ന തരത്തിൽ അത്ര വലിയൊരു പാമ്പാണ്. ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. എന്നിട്ട് എങ്ങനെയാണ് ഈ പാമ്പിനെ പിടികൂടിയത്? ഷിയാസെ, ഇന്ന് വൈകിട്ടോട് കൂടി ഈങ്ങാപ്പുഴയിൽ നിന്ന് ബാലുശ്ശേരിയിൽ വന്ന് മടങ്ങുന്ന വഴിയാണ് രണ്ടുപേർ സഞ്ചരിച്ച സ്കൂട്ടറിന്റെ മുൻഭാഗത്തു നിന്ന് ഈ പാമ്പ് ഇവരുടെ കൈകളിലേക്ക് ഇഴഞ്ഞു വന്നത്. ഇതോടുകൂടി തന്നെ തേനാക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഇവർ ബൈക്ക് നിർത്തുകയും അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. പിന്നാലെ തന്നെ റെസ്ക്യൂ വളണ്ടിയറായ സതീശനെ വിളിച്ചു വരുത്തി. അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം ഈ സ്കൂട്ടറിന്റെ മുൻഭാഗം പൊളിച്ചു മാറ്റിയാണ് ഈ പാമ്പിനെ പിടികൂടിയത്. ഏതാണ്ട് 2 മീറ്ററിലധികം നീളമുണ്ട് ഈ പാമ്പിന് എന്നുള്ളതാണ്. പെരുമ്പാമ്പാണ്. കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിൽ, അതായത് ഈങ്ങാപ്പുഴയിലെ വീട്ടിൽ വെച്ച് കുറെ ഈ പെരുമ്പാമ്പിന്റെ മക്കളെ പിടികൊണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്കൂട്ടറിൽ കയറിക്കൂടിയതായിരിക്കാം ഈ പാമ്പ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ബാലുശ്ശേരി വന്ന് പോകുന്ന വഴിയാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടറിൽ നിന്നാണ് ഈ പാമ്പ് ഇഴഞ്ഞ് ഇവരുടെ കൈകളിലേക്ക് കയറാൻ ശ്രമിച്ചത്. ഏതായാലും അത്ഭുതകരമെന്ന് പറയട്ടെ, ഇവർക്ക് വാഹനം നിർത്താൻ കഴിയുകയും അതോടൊപ്പം തന്നെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും പെരുമ്പാമ്പിനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. റെസ്ക്യൂ വളണ്ടിയർ കൂടിയായ സതീശൻ കക്കയം എന്നുള്ള ആളാണ് ഇവിടെ വന്ന് ഈ പാമ്പിനെ പിടികൂടി താമരശ്ശേരി ഈ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് ഈ പാമ്പിനെ അവിടെ എത്തിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയൊരു അപകടമാണ് ഒഴിവായിരിക്കുന്നത്. ശരി, AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം കൂടിയാണ്, ഈ വാഹനം രാവിലെ വാഹനം എടുക്കുന്ന സമയത്ത് ഉറപ്പായും മുഴുവനായി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്.